ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് മതങ്ങളെക്കുറിച്ചുള്ള ടോപ്പിക് നോക്കാം കേട്ടോ. അപ്പോൾ മതങ്ങൾ എന്ന് പറയുന്നത് മതങ്ങളെ പറ്റിയുള്ള പഠനത്തെ തിയോളജി എന്നാണ് പറയുക. ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം ആവിർഭവിച്ചത് ഏഷ്യ വൻകരയിലാണ്. മതങ്ങളുടെ വൻകര, ആത്മീയ വൻകര എന്നിങ്ങനെ അറിയപ്പെടുന്നത് നമ്മുടെ ഏഷ്യ തന്നെയാണ്. ലോകത്തിലെ പ്രധാന മതങ്ങളായ ഹിന്ദുമതം, ബുദ്ധമതം, സിഖ് മതം, ജൈനമതം ഇവ ഉത്ഭവിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇനി നമുക്ക് ക്രിസ്തു മതത്തെക്കുറിച്ച് നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ള മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമാണ്. ക്രിസ്തുമത സ്ഥാപകൻ നമ്മുടെ യേശു ക്രിസ്തുവാണ്. ക്രിസ്ത്യാനികൾ വിശുദ്ധ ഗ്രന്ഥമായി ഉപയോഗിക്കുന്നത് ബൈബിളാണ്. ബൈബിൾ എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഹീബ്രു എന്ന ഭാഷയിലാണ് കേട്ടോ. യേശുവിൻ്റെ പ്രധാന പ്രസംഗം എന്നറിയപ്പെടുന്നത് ഗിരിപ്രഭാഷണം ആയിരുന്നു. കത്തോലിക്കക്കാർ, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, നമ്മുടെ ആംഗ്ലിക്കൻ സഭ ഇതൊക്കെയായിരുന്നു ക്രിസ്തു മതത്തിലെ വിവിധ വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ബ്രസീലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യം എന്നറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ആസ്ഥാനം വരുന്നത് വത്തിക്കാനാണ്. ഫ്രാൻസിസ് ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാർപ്പാപ്പയായിരുന്നു ജോർജ് മരിയോ ബെർഗോഗ്ലിയോ എന്ന വ്യക്തി. പോപ്പിൻ്റെ അംഗരക്ഷകർ എന്നുള്ളത് സ്വിസ് ഗാർഡാണ്. ക്രിസ്തുമതത്തെ അംഗീകരിച്ച റോമൻ ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ. ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം എന്നുള്ളത് അർമേനിയയാണ്. ബൈബിൾ ആദ്യമായി അച്ചടിച്ച ഏഷ്യൻ ഭാഷ എന്നുള്ളത് തമിഴാണ്. ബൈബിളിൽ 4 അധ്യായങ്ങളുണ്ട്. അവ അറിയപ്പെടുന്നത് ഗോസ്പൽസ് എന്നാണ്. ബൈബിൾ എന്ന വാക്കിനർത്ഥം അഥവാ പദത്തിനർത്ഥം പുസ്തകം. ലാറ്റിൻ ഭാഷയിലാണ് കേട്ടോ. ക്രൂശിതനായ യേശു എന്ന ചിത്രം വരച്ചത് സാൽവദോർ ദാലി എന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി കാണും വരെ ബായ്.